ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ അങ്ങനെ ഇതാ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുക. എന്താ അത്, എക്സ്റേയോ? വിചാരിച്ച പോലെ പ്രിന്റ് കിട്ടിയില്ല. സിംഗപ്പൂർ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. സോ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കാണ് പോണത്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പോകുമ്പോൾ ഞങ്ങൾ ബസ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടുകാരൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരുന്നു. അങ്ങനെ ഇതാ എയർപോർട്ടിലേക്കുള്ള ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. രാത്രിയാണ് കേട്ടോ ഫ്ലൈറ്റ്. സോ അവിടെ ചെന്ന പാടെ തന്നെ ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അവിടെ ചെന്ന് നല്ലോണമൊക്കെ ഒന്ന് ഉറങ്ങി നീറ്റ് ഫ്രഷായി. ഇവിടെ നിന്ന് ഇനി ഒരു 20 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. അയ്യോ, എന്താ ഇതിൻ്റെ മുടി. സോ ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റൂമിൻ്റെ ഫ്രണ്ടിൽ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ എത്തി. ഗൈസ്, ഞങ്ങളങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇപ്പം അതാ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ, അല്ലേ? എക്സൈറ്റഡ് ആണോ സുഗ്? ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇവിടെ എന്ത് രസാ, ഞാൻ കാട്ടിത്തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. സംഭവം ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ കേട്ടോ പോയിട്ട്. എന്ത്? ഞാൻ കഴിക്കും. ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അത് എപ്പോഴാണ് 12 മണിക്കോ? അതിൽ കാര്യമില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. വിഷ്ണുവേട്ടന് വേണ്ടെങ്കിൽ അതും കൂടെ ഞാൻ കഴിക്കാമെന്ന്. സോ ഗായ്സ്, നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ വീഡിയോനെ ഞാൻ പല പല ആംഗിളിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. ഞങ്ങളിതിൽ കയറി ഇങ്ങനെ നിൽക്കുക. ബാഗിനെ കൂടി ഇവിടെ താഴ്ത്തുന്നു. അയ്യോ, അല്ലേ? അയ്യോ, നമ്മളിങ്ങനെ ഇങ്ങനെ നിന്ന് പോകണം കുറേ ദൂരം. ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റും ഐസ്ഡ് പീച്ച് ടീയും പിന്നെ 2 സാൻഡ്വിച്ചും ഉണ്ട് കേട്ടോ കഴിച്ചത്. സോ ഗൈസ്, നമ്മളുടെ ബോർഡിങ് ആവാറായി. ഗേറ്റ് C6 ആണ് കേട്ടോ. നടന്ന് കഥയ്ക്കുണ്ട്. ഈ ഗ്ലോ ഒക്കെ രാവിലെ എത്തുമ്പോൾ ഉണ്ടാവുമോ? വിഷ്ണുവിന് എപ്പോഴും പാനിക്കാം. ഫൈനലി ഞങ്ങൾ അങ്ങനെ ബോർഡ് ചെയ്യാൻ പോവാണ്. സിംഗപ്പൂർ എയർലൈൻസ് ആണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. 56 H&J ആയിരുന്നു ഞങ്ങളുടെ സീറ്റ് നമ്പർ. വണ്ടിയൊന്നും ഇപ്പം ഉണ്ടണ്ടേ. ഞങ്ങളങ്ങനെ നല്ല എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനൊരു 9 years ബാക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയതാണ്. സോ ഇവിടെ ഇങ്ങനെ എത്താനാവുമ്പോൾ ഇങ്ങനെ മെമ്മറീസൊക്കെ ഇങ്ങനെ വരികയായിരുന്നു. അന്ന് പോയപ്പോൾ തൊട്ടിട്ടേ സിംഗപ്പൂർ ഒരു ഫേവറേറ്റ് സിറ്റി തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഞാൻ ചിക്കൻ വിത്ത് പൊട്ടാറ്റോയും വിഷ്ണുട്ടൻ ചിക്കൻ വിത്ത് റൈസുമാണ് പറഞ്ഞത്. എത്താൻ ഇനി ഒരു 20 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ഞാൻ അപ്പോഴേക്കിനും സർക്കിട്ട് മൂവിയൊക്കെ കണ്ടൊന്ന് തീർത്തു കേട്ടോ. എവിടെ ഇപ്പം നമ്മൾ വിഷ്ണുട്ടോ? ഞങ്ങളിവിടെ എത്തി ഗൈസ്. ഈ കുറേ കാത്തിരുന്നിട്ട് ഞങ്ങളുടെ ഫാമിലി പാക്ക് പെട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ചെറിയോളം ഇങ്ങോട്ട് എടുക്കുക സുഖേ. അതന്നെ അല്ലേ, നോക്കിക്കോട്ടോ. നേരെ പോയി ആ LED വാളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ പ്രീതി ചേച്ചി രാവിലെ തന്നെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ നേരെ അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോണത്. അങ്ങനെ ഫ്ലാറ്റിലെത്തി. ഇവിടെ വന്നപ്പോൾ ഷാജിയേട്ടനും വിമലാൻ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസം എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവരുടെ ഫ്ലാറ്റിൽ നിന്നുള്ള ഈ ഒരു വ്യൂ അത്രയും അടിപൊളിയാണ് കേട്ടോ. 9th ഫ്ലോർ ആണിത്. പുറത്തേക്ക് നോക്കാൻ തന്നെ നല്ല രസമാണ്. വലിയ ബിൽഡിങ്സും ഫ്ലാറ്റ്സും ഒക്കെ നല്ല അടിപൊളിയാണ്. പ്രീതി ചേച്ചി അപ്പോഴേക്കും നല്ല കോഫിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കണുണ്ട്. വേഗം പോയി ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായിട്ടോ. ഇവിടെ അപ്പോഴേക്കും സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അടുത്തത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കണം. അപ്പോൾ അതാ നോക്കുമ്പോൾ വീട്ടിലുണ്ടാക്കിയ നല്ല ചൂട് വെള്ളപ്പവും വടയും നല്ല കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കിയത്. കോഫിയൊക്കെ അത്രയും ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു കപ്പിലാണ് കേട്ടോ ഞങ്ങൾ കുടിച്ചത്. ഇതൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവർക്ക് വേണ്ടി കൊടുന്നതാണ്. അതിലെ പപ്പടവും മഞ്ഞപ്പൊടിയൊക്കെ അച്ചമ്മ സെറ്റ് ചെയ്ത് തന്നതാട്ടോ. അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. കൂടെ പ്രീതി ചേച്ചി ഉണ്ടായിരുന്നു. ബസ്സൊക്കെ മുറ്റല്ലേ.
അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറിപ്പോയി. ഫസ്റ്റ് തന്നെ ഞങ്ങളിവിടെ ചൈന ടൗൺ കാണാനാണ് കേട്ടോ പോണത്. ചൈന ടൗൺ എക്സ്പ്ലോറിംഗ് അല്ലേ നമ്മളിപ്പോൾ. ഇവിടെ ഫുൾ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ, കുറേ ഉണ്ട്. വിഷ്ണുട്ടൻ എന്താ ചെടുത്തോന്നാ പറഞ്ഞത്. എന്താ ഇതൊരു ഇളം ചിരിയൊക്കെ. ഇപ്പൊ വലിയ ചൂടില്ലാത്തൊരു ക്ലൈമറ്റ് അല്ല, കുറച്ച് ചൂടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്ങോട്ടും പോയി. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായാലും കവർ ചെയ്യണമല്ലോ. സോ ഞാനൊരു സ്ലീവ്ലെസ് ടോപ്പായ കാരണം വീട്ടിൽ നിന്ന് തന്നെ ഒരു ഷോളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഫുൾ നല്ല ഭംഗി ഇവിടുത്തെ കാണാൻ. വിഷ്ണുവേട്ടൻ നല്ല ഫ്രഷ്ലി സ്ക്വീസ്ഡ് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോവുക അത്രേ. എന്താ ചെയ്യേണ്ടത് ഇവിടെ? എങ്ങനെയാണത് വരുന്നത് നമുക്കൊന്ന് കാണണല്ലോ അല്ലേ. എക്സൈറ്റഡ് ആണോ സുഖ് ബ്രോ? അയ്യോ കൺമഷിയൊക്കെ. ഓ എന്നെ പെടുത്താൻ പാടില്ലാന്ന്. ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ. വിഷ്ണുട്ട സത്യം പറയട്ടെ, ഇത് എന്തുകൊണ്ടും വേർത്താണ് ഈ ബാഗ് വാങ്ങിച്ചത്. നല്ല രസവും ഉണ്ട് സാധനം. വന്ന ഗൈസ് കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ട് പറ. ഒറ്റക്കുത്ത് ടേസ്റ്റ് ഉണ്ടോ? പിന്നെ സാധനം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു പീച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം മെല്ലെ തിരിച്ച് ഫ്ലാറ്റിൽ തന്നെ എത്തി. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തപ്പോഴേക്കിനും ഡിന്നർ കഴിക്കാനുള്ള ടൈമായിട്ടോ. ഇവിടെ 2 hours ഫാസ്റ്റ് ആയ കാരണം തന്നെ എല്ലാ സമയവും വേഗം പോണ പോലത്തെ ഒരു ഫീലായിരുന്നു. ഇവിടെ കുറച്ചൊരു നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സിറ്റിയാണ് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണെന്ന് ഫുഡ് കഴിക്കാൻ വന്നത്. ബോട്ട് ക്വേയിലാണ് കേട്ടോ വന്നത്. ഞങ്ങളങ്ങനെ സിംഗപ്പൂർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല മുറ്റ സ്ഥലങ്ങൾ തന്നെ, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അല്ല വിഷ്ണുവേട്ടൻ എന്തായാലും ലയിച്ചോ? ചെറിയ സൈറ്റ് സീയിങ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടെ അങ്ങനെ പോണു. ഫുഡ് പിന്നെ ഞങ്ങൾ മെക്സിക്കനും ഇന്ത്യനൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ആ ഹെവി ഡിന്നറൊക്കെ കഴിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് കുറേ ലോബ്സ്റ്റേഴ്സും അതുപോലെ ഞണ്ടിനൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അത് ലൈവായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. പെരും പോത്താമ്പികൾ തന്നെ, അതിൽ കൊള്ളണമെന്നില്ല. അങ്ങനെ ഇന്നത്തെ ഡേ ഓൾമോസ്റ്റ് ഇതാ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തു. വീട്ടിലങ്ങനെ ഇരുന്നിട്ട് തന്നെ ഇല്ല. ഇപ്പം അത്യാവശ്യം കുറച്ച് ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലൊക്കെ പോയി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ.